ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന ഒരു മനോഹരമായ സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നും. നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു യാത്രയായി തന്നെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മകളും അതോടൊപ്പം തന്നെ ഓരോ തിന്മകളിലും ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്ന ഓരോ മനുഷ്യരും അതിൽ നിന്ന് മാറി ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ഈ തിരുവചനം നമ്മളെ ചിന്തിപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകമായി തമ്പുരാൻ കർത്താവ് പറയുന്നുണ്ട്, ഒരു ഗുരുവിനേക്കാളിലും വലിയവനല്ല ഒരു ശിഷ്യൻ, ഒരു യജമാനേക്കാളും വലിയവനല്ല ഭൃത്യൻ, പക്ഷേ അവരെ പോലെ ആകുന്നതാണ്, അവരെക്കാൾ വലിയവനല്ല, അവരെ പോലെ ആകുന്നതാണ് ഒരു പൂർണ്ണത. സൂചിപ്പിക്കുക, നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും പല അവസ്ഥകളിലും അഹങ്കാരത്തിലൂടെ ഉപരിതലത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുക. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആണ് തമ്പുരാൻ കർത്താവ് നൽകുന്ന ഒരു ഉപമയും അതോടൊപ്പം തന്നെ ഉദാഹരണവും. നമ്മളുടെ വില ഇത്രമാത്രമാണ്, നമ്മളെ ഇത്രമാത്രം വിലമതിക്കുന്ന ദൈവത്തെ നമ്മൾ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം. നമ്മളെ പ്രാവിനേക്കാളിലും നമ്മുടെ മുടിയൊക്കെ എണ്ണപ്പെട്ടിരിക്കുന്നു ഒക്കെ സുവിശേഷ ഭാഗങ്ങൾ പറയുമ്പോഴും നമ്മൾ പോലും കണക്കാക്കാത്ത, നമ്മൾ പോലും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങളെ പോലും ദൈവം മനോഹരമായി ചിന്തിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ എത്രമാത്രം ദൈവത്തെ പ്രകീർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം നാം ദൈവത്തെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹത്തെക്കുറിച്ചോ നമ്മൾ മറ്റുള്ളവരിൽ പറയാറുണ്ട്. എന്നെ മറ്റുള്ളവൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിലും ഞാനും ഏറ്റുപറയുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസമുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേലും എൻ്റെ ദൈവപിതാവിനെ അല്ലെങ്കിൽ എൻ്റെ കർത്താവിനെ ഞാൻ മറ്റുള്ളവൻ്റെ മുൻപിൽ പുകഴ്ത്തണം, എൻ്റെ ദൈവമായ കർത്താവിനെ ഞാൻ ഉയർത്തണം. കാരണം എന്നിൽ അവൻ ചെയ്തിരിക്കുന്ന നന്മകൾ അതിനേക്കാൾ ഇരട്ടിയാണ്, ഞാൻ ഈ പറയുന്നതിനേക്കാളും ഇരട്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ. പലപ്പോഴും ദൈവം തന്ന അനുഗ്രഹങ്ങൾ കാണാതെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാതെ നമ്മൾ ജീവിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ജീവിതത്തിലെ നന്മ പാതയിലും തിന്മ പ്രവർത്തന അവസ്ഥയിലും ഉള്ള ജീവിത നൂൽപ്പാലത്തിൽ ഏറ്റവും കൂടുതലായി എത്രമാത്രം നാം ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നുണ്ട്, എത്രമാത്രം നാം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരിലൂടെ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ചിന്തയാണ്, എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയും. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഈശോയെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഈശോ എന്ന നാമം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവമക്കളെ, ഒരു അറുതിയുമില്ലാതെ നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ തമ്പുരാന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു അറുതിയും കൂടാതെ നീയും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ച അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാളും കൂടിയാണ് നമ്മൾ ആഘോഷിക്കുക, വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതത്തിൽ താൻ ജീവിച്ച് വന്ന ചൈതന്യം, താൻ ജീവിച്ചു വന്ന പ്രാർത്ഥനാ ജീവിതം, താൻ ജീവിച്ചു വന്ന എല്ലാ ദൈവിക അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് അവൻ പകർന്നു കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലൂടെ സമാധാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിൻ്റെയും രീതിയിലേക്ക് കടന്നു വരുവാൻ എല്ലാ പൈശാചിക ശക്തികൾക്കെതിരെ സഭ അവന് അധികാരം കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നില്ല, വിശുദ്ധ ബെനഡിക്തോസിൻ്റെ കുരിശാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. എന്നുള്ള പൈശാചിക തിന്മകളെ മാറ്റുവാൻ ദൈവിക നാമത്തെ അവൻ പ്രകീർത്തിച്ചതുകൊണ്ട് ദൈവം അവൻ്റെ നാമവും ഉയർത്തുവാൻ പരിശ്രമിച്ചു. നമ്മുടെ ജീവിതത്തിലും തമ്പുരാൻ കർത്താവ് നമ്മുടെ നാമം ഉയർത്തും, നമ്മളെ അനുഗ്രഹിച്ചുയർത്തും. ദൈവത്തെ നമ്മൾ പ്രകീർത്തിച്ചാൽ മാത്രം. ഈ പരിശുദ്ധ ബലി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ അങ്ങയെ പുകഴ്ത്തുവാനും അങ്ങയെ ഉയർത്തുവാനും എൻ്റെ നാവുകൾക്കും എൻ്റെ അധരങ്ങൾക്കും അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സിനും സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തിന് സാക്ഷിയായി ജീവിക്കുവാൻ എനിക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.